വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ നടുവിൽ നടക്കുന്നവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. 7 സഭകളുടെ നടുവിൽ കർത്താവ് നടക്കുന്നു. അവൻ ഒരു സഭയിൽ ഉൾപ്പെട്ടവൻ മാത്രമല്ല, അവൻ എല്ലാ സഭകളിലും പെട്ടവനാണ്. സഭകളുടെ മേൽനോട്ടം വഹിക്കുന്നതും പോഷിപ്പിക്കുന്നതും വഴികാട്ടുന്നതും അവനാണ്. അവൻ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജോലി സ്ഥലത്തും നടക്കുന്നു. നിങ്ങൾ എപ്പോഴും അവന്റെ സാന്നിധ്യം അനുഭവിക്കണം. കർത്താവ് തങ്ങളുടെ സഭയുടേത് മാത്രമാണെന്നും മറ്റുള്ളവരുടേതല്ലെന്നും വിളമ്പിക്കൊണ്ട് നടക്കുന്ന ചില സഭകളുണ്ട്. അവർ തങ്ങളുടെ സഭയെക്കുറിച്ച് ഉയർന്ന ചിന്താഗതിക്കാരും മറ്റുള്ളവരെക്കുറിച്ച് താഴ്ന്ന അഭിപ്രായമുള്ളവരുമാണ്. കർത്താവ് തന്റെ വലം കൈയിൽ 7 നക്ഷത്രങ്ങൾ പിടിച്ച് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നത് അവൻ നിങ്ങളുടെ സഭയുടെ നടുവിൽ നടക്കുന്നത് പോലെയാണ്. ആത്മാക്കൾക്കിടയിലും കർത്താവ് എല്ലാ സഭകളെയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി തന്റെ ജീവനെ നൽകുകയും ചെയ്യുന്നു. ആദിയിൽ ദൈവം ആദാമിനോടും ഹവ്വയോടും കൂടെ ഏദേൻ തോട്ടത്തിൽ നടന്നു. അവൻ മനുഷ്യപുത്രന്മാരോടൊപ്പം ഈ ലോകത്തിൽ സന്തോഷിക്കുകയായിരുന്നു. അവരുമായി സംവദിക്കുകയും ചെയ്തു. തോട്ടത്തിൽ നടക്കുന്ന കർത്താവായ ദൈവം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം സൃഷ്ടിച്ച എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും പേരിടുന്നത് ആദാം താല്പര്യത്തോടെ വീക്ഷിച്ചു. വൈകുന്നേരങ്ങളിൽ കൂട്ടുകാർ ഒരുമിച്ച് നടക്കാൻ പോകുന്നത് ഗ്രാമങ്ങളിൽ കാണാം. അവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളിലും അവർ തുറന്ന ചർച്ചയിൽ ഏർപ്പെടുത്തും. വേറെ ചിലർ ശുദ്ധവായു കിട്ടാൻ വേണ്ടി നടക്കാൻ പോകും. അതുപോലെ നവദമ്പതികൾ ബീച്ച് റോഡുകളിൽ അവരുടെ കൈകൾ പരസ്പരം പിടിച്ച് സംസാരിച്ചും ചിരിച്ചും പരസ്പരം സഹവാസം ആസ്വദിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് ദൈവവുമായി ഇത്ര അടുത്ത ബന്ധമുണ്ടോ? നിങ്ങൾ ഹാനോക്കിനെ പോലെ ദൈവത്തോടൊപ്പം നടക്കുന്നുണ്ടോ? കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. ഇത് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. മാത്രമല്ല, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ഉണ്ടെന്ന് അന്ന് നിങ്ങൾ അറിയുമെന്ന് യോഹന്നാൻ 14-ാം അധ്യായം 20-ാം വാക്യത്തിലും കാണാൻ സാധിക്കുന്നു. തന്റെ ജനത്തിന്റെ നടുവിൽ നടക്കാൻ ദൈവം പ്രസാദിക്കുന്നു എന്ന വസ്തുത തിരുവെഴുത്ത് സ്ഥിരീകരിക്കുന്നത് മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്ക് കാണാം. സ്വർഗത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത മഹത്വത്തിന്റെ രാജാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുകയും നടക്കുകയും ചെയ്താൽ നിങ്ങൾ എത്ര യോഗ്യരായിരിക്കണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഞാൻ പാളയത്തിന് നടുവിൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നടക്കുമ്പോൾ അവിടെ ഒരു അശുദ്ധിയും കാണുകയില്ല. അവൻ തീർച്ചയായും മനുഷ്യരുടെ ഇടയിൽ നടക്കുന്നു. അവൻ നിങ്ങളുടെ ഇടയിൽ നടക്കേണ്ടതിന് നിങ്ങൾ എല്ലാ അശുദ്ധികളും ഉപേക്ഷിച്ച് കർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്യുമോ? എന്നാൽ നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ എല്ലാ നടത്തത്തിലും വിശുദ്ധരായിരിക്കണം. ഇത് 1 പത്രോസ് 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ദൈവമക്കളെ, ഈ ലോകത്തിലെ മാലിന്യങ്ങൾ ഒരിക്കലും നിങ്ങളിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത്. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിങ്ങളിൽ പ്രവേശിച്ച് നിങ്ങളെ ദുഷിപ്പിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 കൊരിന്ത്യർ 6-ാം അധ്യായം 17-ാം വാക്യം. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ നെഹമ്യാവ് 12-13 അധ്യായങ്ങൾ, വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 23 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.